നമ്മുടെ ബിരിയാണി അച്ചാർ എന്നറിയപ്പെടുന്ന കാരക്ക നാരങ്ങ ചേർന്നിട്ടുള്ള അച്ചാർ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡേറ്റ്സ് ലെമൺ പിക്കിൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ മാറിയതിന് ശേഷം തുടച്ചെടുത്തു, നന്നായിട്ട് തുടച്ചെടുത്തു. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ, സ്പൂണ്, കട്ടിംഗ് ബോർഡ് എല്ലാം വെള്ളമില്ലാത്ത നല്ലതായിരിക്കണേ. ഒട്ടും വെള്ളത്തിന് അംശം പാടില്ല. എല്ലാവർക്കും അറിയുന്നതായിരിക്കും അച്ചാർ ഉണ്ടാക്കാൻ. ഞാനിവിടെ നാരങ്ങ 6 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് സൈസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് ചെയ്യാം. അതിനകത്തുള്ള കുരുവും അതുപോലെ ആ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ നടുക്ക് ഭാഗത്തുള്ള, അതൊക്കെ മാക്സിമം കളയാൻ നോക്കണം. അപ്പോൾ കയ്പ്പൊക്കെ ഒന്ന് കുറച്ച് കുറയും. അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങയിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് കുറച്ച് നേരം ഒരു ദിവസമെങ്കിലും മിനിമം വെക്കണം. മാക്സിമം നമുക്ക് 3-4 ദിവസം വെക്കാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 കപ്പ്, ഇപ്പോൾ ഞാനിവിടെ 3 കപ്പാണ്, കപ്പളവ് പറയുകയാണെങ്കിലാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നത്. 1/2 കപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു 4-5 സ്പൂൺ വലിയ സ്പൂണ് ഉപ്പിട്ട് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. ഓരോ പീസിലും ആ ഒരു ഉപ്പ് കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് അതിനകത്തേക്ക് വെള്ളമൊക്കെ ഇറങ്ങി നാരങ്ങ നല്ല പാകത്തിന് കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ എല്ലാം നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്ത് തന്നെ മൂടി വെക്കുക. ഇത് ഒരു ദിവസം പുറത്ത് വെക്കാം കേട്ടോ. ഇന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ വൈകിട്ടേക്കൊക്കെ എടുത്താൽ മതി. ഇനി അല്ല എങ്കിൽ 4-5 ദിവസം കഴിഞ്ഞിട്ട് എടുത്താലും മതി. അപ്പോൾ ഞാനിതൊരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു കടായാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ അത്യാവശ്യം വേണം കേട്ടോ. ഒരു 1/2 കപ്പോളം നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അരച്ചതാണ്. 2 വലിയ ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം ഉണ്ട്. ഇനി ചെറുതായിട്ട് അരിഞ്ഞിടാനാണ് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിടുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അച്ചാറിലൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരും വേണം കേട്ടോ. കരിഞ്ഞു പോകാതെ നോക്കുക. പിന്നെ തീ ഒന്ന് കുറച്ച് വെക്കുക. ഏതാണ്ട് ഒരു കളറൊക്കെ മാറി വരുമ്പോൾ തീ കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ അതേ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മളിതിനകത്തേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് എരിവുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എരിവുള്ള മുളക് പൊടീൻ്റെ അളവൊന്ന് കുറച്ച് കുറയ്ക്കാം. കാരണം കാശ്മീരി ചില്ലി നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എരിവുള്ള 6 മുളകാണ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണേ. നല്ല മൂത്ത മണം വരണം. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, അത്ര മാത്രമേ എരിവുള്ള ചേർക്കുന്നുള്ളൂ. ബാക്കി 6 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ആ ഒരു അച്ചാറിന് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. കൂടെ കടുകും അതുപോലെ ഉലുവയും കൂടെ പൊടിച്ചതാണിത്. ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്ത പൊടിയും കായത്തിൻ്റെ പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ആവശ്യമുള്ളൂ. അപ്പം ഒരുപാട് കൂടി പോകണ്ട കേട്ടോ, കയ്പ്പൊക്കെ കൂടും. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി കായവും അതുപോലെ ഉലുവയും കടുകും ഒരുമിച്ച് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പത വന്ന് തുടങ്ങുമ്പോഴാണ് നമ്മളിതിനകത്തേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈത്തപ്പഴം കുറച്ച് ഡ്രൈ ആയ ടൈപ്പാട്ടോ ഈ ഒരു അച്ചാർ നല്ലത്. അത് കുരൊക്കെ കളഞ്ഞ് ഒരു 2-3 പീസാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഈത്തപ്പഴത്തിൻ്റെ അളവും 3 കപ്പാണ്. അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം 3 കപ്പ്. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെയും നമ്മുടെ നാരങ്ങയുടെ അളവ് ഒരേതായിരിക്കണം കേട്ടോ. അപ്പോഴാണ് അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേസ്റ്റ് മുന്നിക്ക് നിൽക്കും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ചെറിയ തീരൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു മസാലപ്പൊടികളൊക്കെ ഡേറ്റ്സിലേക്ക് കയറും. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. 4 ദിവസമൊക്കെ ആയപ്പോഴേക്കും തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ ഒരു ലെമൺ കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരിയുടെയും വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അനുസരിച്ച് മാറ്റം വരുത്തണേ. പിന്നെ പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് തിക്നെസ്സും അതിൻ്റെ പുളിപ്പും എരിവും മധുരവും ഒക്കെ വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറഞ്ഞ അളവിൽ വെള്ളവും ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ടാണ് അച്ചാർ വേണ്ടതെങ്കിൽ വെള്ളത്തിനളവ് കുറച്ച് കൂട്ടിയാൽ മതി. അതനുസരിച്ച് നിങ്ങൾ വിനാഗിരിയിലും ഉപ്പിലും ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാകത്തിന് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇത് ഇപ്പോൾ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്നും ഓഫ് ചെയ്തിട്ടില്ല.
ചെറിയ ചെറിയ ചൂട് ഇങ്ങനെ ഒരു കയറി കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ആവശ്യമുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പാകം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് ഇത് മൂടി വെക്കാം. മൂടി വെക്കുമ്പം ആവി ഉള്ളിൽ വീഴാത്ത രീതിയിൽ വേണം മൂടി വെക്കാൻ. ഇതിവിടെ ശ്രദ്ധിക്കണം, ആവി വെള്ളത്തിൻ്റെ ഒരു അംശം ഇതിലേക്ക് വീഴാൻ പാടില്ല. തണുത്തതിന് ശേഷം നമുക്കിതിൽ കുപ്പിയിലേക്ക് മാറ്റാം. അപ്പം അച്ചാറിടുന്ന കുപ്പികളാണെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്തൊക്കെ ഇട്ട് ഉണക്കണം എന്നാണ് പറയുക. അങ്ങനെ സൗകര്യം ഇല്ല എങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഞാനിവിടെ പഴയ കുറച്ച് കുപ്പികളിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മീതെ നമുക്ക് നല്ലെണ്ണ ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഇതിൻ്റെ മൂടിയിൽ 2-3 ഡ്രോപ്പ് നല്ലെണ്ണ ഉറ്റിച്ച് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ആ മൂടി വെച്ചിട്ട് അടച്ചു വെച്ചാലും മതി, അങ്ങനെ പെട്ടെന്ന് കേടാവുന്നൊന്നുമില്ല. ഇത് ഒരാഴ്ച ആകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള പാകമാവും. പിന്നെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നതോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരികയുള്ളൂ. 1 വർഷം വരെ കേടുകൂടാതിരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ആവശ്യത്തിനുള്ളത് മാത്രം കുറച്ച് വേറൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് പുറത്ത് വെക്കാം. അത്ര പെട്ടെന്നൊന്നും കേടാവുന്ന അച്ചാറല്ലത്. അപ്പോൾ ഇനി ഈ ഒരു ബിരിയാണി അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.